എല്ലാ പ്രേക്ഷകർക്കും അറിയുമൻ മലയാളി വ്ളോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഈ ഇന്ത്യയിൽ പല പല ടാലൻറ്റുകളും നിരവധി ഇന്ത്യയിലുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ പ്രശസ്തരല്ല. അത് പ്രശസ്തരാവാതിരിക്കാനുള്ള കാരണം എന്തറിയോ? അത് ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യയിൽ ജീവിച്ചു എന്നുള്ളത് തന്നെയാണ്. അതേസമയം നല്ല ടാലൻ്റുള്ള ആൾക്കാർ പ്രശസ്തരാവണമെന്നുണ്ടെങ്കിൽ വിദേശത്തേക്ക് തന്നെ പോകണം. ഉദാഹരണമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ സുന്ദർ പച്ചായി അപ്പോൾ നല്ലൊരു ജീനിയസ് ആയിരുന്നു. ഇന്ത്യയിലായിരുന്നെങ്കിൽ കാശിനൊന്നിനും കൊള്ളാതെ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെറുതായി ജോലി ചെയ്തവിടെ ജീവിച്ച് മരിക്കും. അമേരിക്കയിൽ പോയതുകൊണ്ട് ഇപ്പോൾ ലോകപ്രശസ്തനായി. അതുപോലെ തന്നെയാണ് ഒരുപാട് ആൾക്കാരും. അതുകൊണ്ടാണ് വിദേശികൾ തന്നെ പറയുന്നത്, ഇന്ത്യക്കാരിങ്ങനെ പറയും ഞങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നുള്ളത്. പക്ഷെ സ്വന്തം രാജ്യത്ത് ഇരിക്കൂല, എന്നിട്ട് ബുദ്ധി കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ രാജ്യത്തേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ കുറ്റം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം അതേപോലെ തന്നെ ഒരു വളരെ ടാലന്റ് ഏറിയ കഴിവുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് 2022 തന്നെ ഈ ഒരു പെൺകുട്ടി കഴിവ് തെളിയിച്ചതാണ്. പക്ഷെ ഈ പെൺകുട്ടിനെ ആരും തന്നെ അറിയില്ല, ലോകത്ത് തന്നെ ആരും അറിയില്ല. അതിന് കാരണം എന്താണ്? ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വേറെ വല്ല രാജ്യത്തായിരുന്നെങ്കിൽ ഇപ്പൊ പെൺകുട്ടി കോടീശ്വരി ആയിരുന്നു, പ്രശസ്തിയായിരുന്നു, ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കുഗ്രാമത്തിൽ ആരും അറിയപ്പെടാതെ പൊടിയും പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരു ചെറിയൊരു കൂടപ്പരയിൽ. ഓക്കെ, ഈ പെൺകുട്ടി ആരാണെന്നല്ലേ? ഈ പെൺകുട്ടിയുടെ പേര് നൂർജഹാൻ എന്നാണ്. ഏറ്റവും ശോചനീയമായ സംസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്, അതായത് ഉത്തർപ്രദേശ്. അവിടെ അറിയാലോ, മെഡിക്കൽ കോളേജിൽ എലി, പൂച്ച, കുരങ്ങൻ, പശു, നായ ഇതൊക്കെ അവളെ കിടക്കയിൽ കയറി കിടക്കും. അങ്ങനത്തെ ഒരു സംസ്ഥാനമാണ്. പിന്നെ കുറെ കാര്യങ്ങൾ വേറെ ഉണ്ട്. എന്തായാലും ആ ഒരു സംസ്ഥാനത്തിലാണ് ഈ ഒരു പെൺകുട്ടി ജീവിക്കുന്നത്. അതും 15 വയസ്സായിട്ടുള്ളൂ. പേര് നൂർജഹാൻ എന്നാണ്. അപ്പോൾ പറയുന്നത് ഉത്തർപ്രദേശ് ഗേൾ 15 പോർട്രേറ്റ്സ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ് അറ്റ് സെയിം ടൈം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കഴിവെന്താ അറിയോ? അതായത് ഈ പെൺകുട്ടി ഒരിക്കൽ സ്വന്തം സ്കൂളിലെ കാര്യം 4 ആൾ അറിയണമെന്നുണ്ടെങ്കിൽ ആരെല്ലാം അറിയിക്കണമല്ലോ. അങ്ങനെ സ്വന്തം സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പോയി കണ്ടു പറഞ്ഞു, പിന്നെ ഞാൻ ഒരേ സമയം 15 ചിത്രം വരക്കും, അതും ഒരു കൈയായിട്ട് 1 മണിക്കൂറിൽ എന്ന് പറഞ്ഞു. ഹെഡ് മാസ്റ്റർ വിചാരിച്ച് ഈ പെൺകുട്ടിക്ക് എന്തോ തലയ്ക്ക് അസുഖം ഉണ്ട് എന്ന് തോന്നി. കാരണം ഇത് പറയുന്ന സമയത്ത് 13-14 വയസ്സേ ഉള്ളൂ. അങ്ങനെ ഈ ഹെഡ് മാസ്റ്റർ വലിയ കാര്യമാക്കി എടുത്തില്ല. അങ്ങനെ പെൺകുട്ടി വീണ്ടും പറഞ്ഞു ഞാൻ എൻ്റെ കഴിവ് തെളിച്ചരാന്ന് പറഞ്ഞു. ശരിന്ന കഴിവ് തെളിയിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടി ഒരു ഈ ഒരുപാട് കൊള്ളി കെട്ടിയിട്ട് അതിൽ 15 പെൻസില് കെട്ടി വെച്ചിട്ട് ഒറ്റ കൈയായിട്ട് 1 മണിക്കൂറിന് 15 ചിത്രങ്ങൾ വരച്ചണ്ട് കാണിച്ചു കൊടുത്തു. ആ ചിത്രമാണെങ്കിലോ വെറും എന്തെങ്കിലും കാർട്ടൂണോ മറ്റൊന്നല്ല, ഒന്നാം തരം അച്ചടിച്ച പോലത്തെ ഫോട്ടോകളാണ് വരുന്നത്. അത് കണ്ട് ഹെഡ് മാസ്റ്റർ മാത്രമല്ല ആ സ്കൂളിലത്തെ എല്ലാ കുട്ടികളും സ്തബ്ധരായി പോയി. അങ്ങനെയാണ് ഈ വാർത്ത അവർ തന്നെ പ്രചരിപ്പിച്ചതിന് ശേഷമാണ് 2022 നാഷണൽ അവാർഡും അതോടൊപ്പം തന്നെ ഗിന്നസ് ബുക്കിലുള്ള സ്ഥാനവും കിട്ടിയത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ കഴിവ് എന്താണ് എന്ന് കാണിക്കാനാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. അതായത് ഈ വീഡിയോയിൽ കാണുന്നതാണ്. ഇതാണ് ആ പെൺകുട്ടി. വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇതാണ് വരച്ച ചിത്രങ്ങൾ. ഇതൊക്കെയാണ് കണ്ടത്. വരച്ച ചിത്രങ്ങൾ കണ്ട് അച്ചടിച്ചതാണോ എന്ന് തോന്നിപ്പോവും. അതായത് പെൻസിൽ കൊണ്ട് വരച്ചതാണെന്ന് ആരും പറയില്ല. അങ്ങനെ കുറെ കൊള്ളി ഇങ്ങനെ വെക്കുന്നു, മുളങ്കമ്പ്, അതിനുശേഷം അതൊക്കെ കെട്ടിവെക്കുന്നു. ഒക്കെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്, ആരെയും സഹായമില്ല. അതിനുശേഷം അതിൽ 15 പെൻസില് കുത്തനെ കെട്ടിവെക്കുന്നു. അത് ടേപ്പ് എടുത്ത് ചുറ്റി ഒട്ടിക്കുന്നു, അവിടെ ഉറപ്പിക്കുന്നു. അതിനുശേഷം ഒരു കൈയായിട്ട് ആണെന്ന് പറഞ്ഞത്, ഈ ഒരു കൈയായിട്ടാണ് പിടിക്കുക. ഈ ഒരു കൈയായിട്ട് പിടിച്ച് 15 ചിത്രം ഒരേ സമയത്ത് വരക്കണമല്ലേ. ഇത് ഞാൻ ഫാസ്റ്റ് ആക്കിയതാണ്. അതായത് അതും എവിടെയും നോക്കാതെ 15 ഫോട്ടോ ഒരേ സമയത്ത് വരക്കാൻ ആ തലച്ചോറ് എന്തായിരിക്കും? അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് ഇന്ന് ഉത്തർപ്രദേശിലെ ശോചനീയാവസ്ഥയിൽ ഒരു ചെറിയ ഒരു കുടിലിൽ കഴിയുന്നത്. ഇത് വിദേശത്തായിരുന്നെങ്കിൽ പത്രക്കാരും അതിന് മേലുള്ള ആൾക്കാരും സെലിബ്രിറ്റികളും എല്ലാവരും വന്ന് കാണുകയും പിന്നെ അവിടെ അവാർഡുകൾക്ക് തന്നെ ഭയങ്കരമായിട്ട് പൈസ കിട്ടും. അതൊക്കെ കൊടുത്ത് അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയുടെ വീടെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കുമായിരുന്നു. ഇതൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പേര് നൂർജഹാൻ എന്നും കൂടിയാ പിന്നെ നോക്കണ്ട. മുസ്ലിം കുടുംബമാണ്, വളരെ ദാരിദ്ര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ യോഗി ആജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ടാവും. ഇത്
ഈ വാർത്ത എത്രയും പെട്ടെന്ന് തേച്ച് മാച്ച് കളി ആരും അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഈ പെൺകുട്ടികളെ ഒരു കൈയായിട്ട് പിടിച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട്, വല്ല പ്രിന്റിംഗ് പ്രസ്സാണോ എന്ന് വരെ നമ്മൾ സംശയിച്ചു പോകും. പ്രിന്റിംഗ് പ്രസ്സിൽ പോലും ഇത്രയും നന്നായിട്ട് പ്രിന്റ് ചെയ്യൂല. അതാണ് കയ്യിൽ പിടിച്ച് ഇത്രയും മാനുവലായിട്ട്. ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള പ്രിന്ററൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, ആ പ്രിന്റർ ഒരു ചിത്രമൊക്കെയാണ് അടിക്കുക. അല്ലാതെ 15 ചിത്രം, വ്യത്യസ്തമായ 15 ചിത്രം ഒന്നും അടിക്കൊന്നുമില്ല. ഇനി അടിക്കുകയാണെങ്കിൽ തന്നെ അതൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ടാണ് അടി. ഫോട്ടോ നോക്കി സ്കാൻ ചെയ്തിട്ടാണ്. അവിടെ എന്താണോ ഫോട്ടോയിൽ അത് അതേപോലെ സ്കാൻ ചെയ്തിട്ടാണ്. ഇതെവിടെയും നോക്കാതെ മനസ്സുകൊണ്ടാണ് ഇത്രയും എല്ലാ ചിത്രങ്ങളും ഒരേപോലെ അച്ചടിച്ച പോലെ വരുന്നുണ്ട് ഒരൊറ്റ ടൈമിലാണേ. അതാണ് നമ്മൾ കാണേണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞ് ആ ഒരു കമ്പും ചുള്ളിയായിട്ട് കെട്ടിയ ആ ഒരു കോളം അതാ ആ പെൺകുട്ടി എടുത്ത് മാറ്റുന്നത്. ആ പെൺകുട്ടിയുള്ള കോലം കണ്ടറിയാം ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നുള്ളത്. ഇത്രയും കഴിവുള്ള ഒരു പെൺകുട്ടി, എന്നാലും രാജ്യസ്നേഹം നന്നായിട്ടുണ്ട് താനും. രാജ്യസ്നേഹം ഇന്നിപ്പോ സംഘികൾക്ക് മാത്രമാണല്ലോ അവകാശപ്പെട്ടത്. മുസ്ലിങ്ങൾ രാജ്യസ്നേഹം കാണിച്ചാൽ പോടാടുന്നു പറയും, നീ ജയശ്രീറാം വിളിക്കുന്നു പറയും. അപ്പോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ പെൺകുട്ടിയുടെ ശോചനീയാവസ്ഥ ഇങ്ങനെയാണ്. ആ വീടൊക്കെ കണ്ടില്ല, വളരെ മോശം രീതിയിലാണ്. അപ്പൊ ഇത്രയും വലിയൊരു ടാലന്റ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി മുന്നോട്ട് വരാൻ സാധിക്കാത്തത്. 2 അല്ല, ചിലപ്പോൾ 3 ആയിരിക്കും. ഒന്ന് ഇന്ത്യക്കാരി ആയി എന്നുള്ളത് തന്നെ. 2 പെണ്ണിന് യാതൊരു വിലയും ചെല്ലുന്നില്ല. പിന്നെ 3-മത്തത് ആ പെൺകുട്ടി മുസ്ലിം ആയി എന്നുള്ളത് കൊണ്ടും ആയിരിക്കും. എന്തായാലും ഇതുപോലത്തെ ഒരുപാട് ടാലന്റ് ഇന്ത്യയിലുണ്ട്. ആരും അറിയാത്ത, എന്താ പറയാ, ചികഞ്ഞ് പുറത്തേക്ക് എടുക്കാത്ത ഒരുപാട് കഴിവുള്ള കുട്ടികളും എല്ലാവരും ഉണ്ട്. അവരെ ഒരിക്കലും മുന്നോട്ട് വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഈ സംഘി ഭീകര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരൊന്നും നമ്മൾ അറിയാതെ പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഇവരിനൊക്കെ കൈവെള്ളയിൽ വെക്കേണ്ടതാണ്. കൈവെള്ളയിൽ ആർക്കാണ് ഈ ജാതി കഴിവുണ്ടാവുക? ലോക റെക്കോർഡ് എന്ന് പറയുമ്പോൾ തന്നെ ആർക്കും കഴിയാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പ്രതിഭകൾ യാതൊരു തരത്തിലുള്ള പ്രശസ്തിയോ ഇല്ലാതെ ആരും അറിയാതെ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.